Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് കുബൂസ് ഇല്ലാതെ ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ഷവർമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗാർലിക് സോസ് തയ്യാറാക്കാം. നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ വീട്ടിൽ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ആദ്യം ഇതിനകത്തേക്ക് നമുക്ക് 3 ടീസ്പൂൺ, ഈ സ്പൂണിൽ 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോൺഫ്ലോർ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് ചൂടുവെള്ളം അല്ല കേട്ടോ, നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന തണുത്ത വെള്ളം തന്നെയാണ് ഉപയോഗിച്ചത്. ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി അരച്ചത് ചേർക്കാം. ഞാനൊരു 2 വലിയ അല്ലി വെളുത്തുള്ളി എടുത്ത് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്താണ്. 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലേ അരയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആയിപ്പോയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ എന്തായാലും ഈ വെള്ളത്തിലോട്ടാണ് ഇത് ചേർക്കാൻ പോണേ. കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് എണ്ണയും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ, ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അല്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് കട്ട പിടിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തു, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകി വരും, അതുവരെ ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ മതി, കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയായിട്ട് നല്ലൊരു ക്രീം പോലെയാവും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സോസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചതെന്ന് എല്ലില്ലാത്ത പീസ് നോക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കറക്റ്റ് 200 ഗ്രാം ഉണ്ട്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ മസാല എല്ലാം കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്ക് ചെയ്യുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏതെണ്ണയായാലും കുഴപ്പമില്ല, വളരെ കുറച്ച് 2-3 ടീസ്പൂൺ എണ്ണ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം, ഒരു 1 മിനിറ്റ് ആ എണ്ണയിലിട്ട് ചിക്കൻ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത് നമുക്കിനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ നിന്ന് തന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വരും. അപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്ത് ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വരണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് എത്ര വെള്ളം വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വെക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനാണ്. ഇതിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇതിനി ഒന്നുകിൽ നിങ്ങൾ നല്ല ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഞാൻ മിക്സിയിലാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതായതുകൊണ്ട് ചിക്കൻ നല്ല ചെറുതായിട്ട് കിട്ടുവാണെങ്കിൽ റോൾ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിലിട്ട് പൊടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഈ മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 2 പ്രാവശ്യമായിട്ടിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു തവണ ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പൾസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു കിട്ടും.
അപ്പോൾ ചിക്കൻ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിനായി കിട്ടണം. കുറച്ചും കൂടെ വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റോൾ ചെയ്യാനൊക്കെ എളുപ്പം ഇങ്ങനെ ആവുമ്പോഴാണ്. അത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ്, വെള്ളരിക്ക, തക്കാളിയാണ്. ക്യാബേജ് ഇതാ ഇത്രയുള്ളൊരു പീസാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ പീസ്. പിന്നെ നമ്മൾ സാലഡിൽ ഉപയോഗിക്കുന്ന വെള്ളരിക്ക ഇത്രയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്, നല്ല ചെറിയൊരു തക്കാളിയുടെ പകുതി. ഇതെല്ലാം ഇത്രയും അളവിനുള്ളത് തന്നെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഇതിൽ ക്യാബേജ് മാത്രം ഞാൻ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ചിക്കൻ ചെയ്ത പോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചാണ് ചേർക്കുന്നത്. പിന്നെ വെള്ളരിക്കയും തക്കാളിയും ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്യാബേജ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ക്യാബേജും ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് പൊടിക്കുന്നത്. ഒരു തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അപ്പോഴേക്കും അത് ചെറിയ പീസായിട്ട് കിട്ടും. ക്യാബേജ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഇട്ട് കൊടുക്കാം. ക്യാബേജ്, വെള്ളരിക്ക അരിഞ്ഞത്, തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷവർമ തയ്യാറാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാണ്. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഗാർലിക് സോസാണ്. ഇപ്പോൾ കണ്ടോ, നല്ലതായിട്ട് കുറുകി കറക്റ്റ് ആ സോസിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുബൂസിന് പകരം ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് എത്ര വേണം എന്നുള്ളത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ നിങ്ങൾ എത്രത്തോളം ഫില്ലിംഗ് അതിനകത്ത് വെക്കുന്നു എന്നനുസരിച്ചൊക്കെ വ്യത്യാസം വരാം. ഞാനൊരു 8 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്ന് ഓരോ ബ്രെഡും എടുത്തിട്ട് ഒരു ചപ്പാത്തിക്കോല് വെച്ച് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകത്തില്ല, നല്ല ഈസി ആയിട്ട് റോൾ ചെയ്യാൻ പറ്റും. ഓരോ ബ്രെഡും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ, പൊട്ടിപ്പോവാതിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കാം. ആദ്യം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സോസ് തേക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഫില്ലിംഗ് എടുത്ത് ഈ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ വെക്കണം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. ശരിക്കും എളുപ്പത്തിൽ റോൾ ചെയ്യാൻ പറ്റും. താഴെ നമ്മൾ ആ സോസ് തേച്ചിരിക്കുന്ന കാരണം റോൾ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഒട്ടിയിരുന്നോളൂ. അതിൻ്റെ സൈഡിൽ നിന്ന് ഇളകി വരത്തൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഒരെണ്ണം കൂടി കാണിക്കാം. അപ്പോൾ ഒരു ബ്രെഡിലേക്ക് കുറച്ച് സോസ് തേക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഷവർമ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 8 ഷവർമയാണ് തയ്യാറാക്കാൻ പറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ എത്ര ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നു എന്നനുസരിച്ചും ഒക്കെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.